സ്റ്റാർട്ട്സ്. യെസ്. ഹായ്, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കോവിഡ് ടെസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്ന ഒരു കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ. നമ്മൾ അത് വെച്ചിട്ട് ഇന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് ചെറിയൊരു ജലദോഷം. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതേ സംഭവം കയ്യിലുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മളിതാ ആ ടെസ്റ്റ് കിറ്റ് ഓപ്പൺ ചെയ്തു. അപ്പൊ ആദ്യം കിട്ടിയത് അതിന്റെ ഒരു ചെറിയൊരു സംഭവമാണ്. അതിന്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ, എങ്ങനെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ. പിന്നെ അതിന്റെ കൂടെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതാണ് നമ്മൾ സ്വാബ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ മൂക്കിലിടാൻ പോകുന്നത്. പിന്നെ ഉള്ളത് ഇതിന്റെ ഒരു ചെറിയ അങ്ങനെ സംഭവങ്ങളുണ്ട്. ഇതിന്റെ മേലെ എഴുതിയുണ്ട്. പിന്നെ ഉള്ളത് ഇതാണ്. ഇതൊക്കെ എന്താന്നുള്ളത് നോക്കണം കേട്ടോ. പിന്നെ ഇനിയുള്ളത് ഒരു ട്രേ ഉണ്ട്. അവിടെ നോട്ടെ നിൽക്കും. പിന്നെ ഇനിയുള്ളത് വലിയൊരു പേപ്പർ ഉണ്ട്. അപ്പൊ ഇത് മൊത്തം വായിക്കണം. നമുക്ക് വായിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ. പിന്നെ ഇതാണ് നമ്മുടെ ഒരു ഡിവൈസ് ആണിത്. അപ്പൊ ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് നമുക്ക് ഫൈനൽ സ്റ്റേജിൽ വേണ്ടതാണ്. ഇതാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ. അപ്പൊ എല്ലാം 5 എണ്ണം വീതം ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് 5 ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫുൾ കിറ്റ് ആണിത്. അത് നമുക്കിനി ടെസ്റ്റ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം. ഓക്കെ. എന്താ വേണ്ടത്? നിനക്ക് ടെസ്റ്റ് ചെയ്യണോ? നീ ടെസ്റ്റ് ചെയ്യണ്ടോ കോവിഡ്? ഇങ്ങോട്ടേക്ക് വാ പാറു. ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. വെരി ഗുഡ് ഗേൾ. ബാ. ഇവിടെ വാ. അച്ഛെടുക്കൂല. അച്ഛ പ്ലീസ് പറ. അച്ഛ പ്ലീസ്. കേറാനൊക്കെ നോക്കുകയാണ് പാറൂടെ. അങ്ങനെയൊന്നും കേറാൻ പറ്റില്ല. എന്താ നിന്റെ പ്രശ്നം? നിനക്ക് എന്താ വേണ്ടത്? നോക്കല്ലേ, നല്ല കൂട്ടുള്ളൂ. അവിടെ പോയിക്കേ, താഴെ പോയിക്കേ. ചെല് താഴപ്പോ. മുടിയുണ്ടോ? ഹെയർ സ്റ്റൈലും ഉണ്ടോ? ഹെയർ സ്റ്റൈൽ ട്രൗസർ ഇട്ട് ഇറങ്ങിക്ക പൊടി. സംഭവത്തിനകത്ത് ഒരു സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ ആ സൊല്യൂഷൻ അത് പൊട്ടിച്ചിട്ട് നമ്മുടെ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ആ ട്രേയില് താഴെയൊന്നും മറയാത്ത രീതിയിൽ നമ്മൾ അതിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് അടുത്ത പരിപാടി എന്താ വെച്ചാല്, നമ്മുടെ ആ സ്വാബ് എടുക്കണം. സ്വാബ് എടുത്തിട്ട് ഞാൻ ഇൻസ്ട്രക്ഷൻ ഒക്കെ ഇതിലുണ്ട്. അപ്പോ അത് അറിയാത്തവര് വായിച്ചു നോക്കും. ഞാൻ ഒരു തവണ ഇൻസ്ട്രക്ഷൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി അടുത്ത എന്താ പരിപാടി എന്ന് വെച്ചാൽ, സ്വാബ് എടുക്കുക അതിനകത്തുനിന്ന്. സ്വാബ് ഇതുപോലെ എടുക്കുക. പിന്നെ ഇതിന്റെ അറ്റത്ത് എന്താണ്, കുറച്ച് നമ്മുടെ കോട്ടൺ പോലെ ഒരു സംഭവം ഇങ്ങനെ ചെയ്തിട്ട് സ്വാബ് റിമൂവ് ചെയ്യുക. പിന്നെ എന്നിട്ട് ഹെഡ് ബാക്ക് നമ്മുടെ തല ഒരു 70 ഡിഗ്രിയിൽ ചെരിച്ച് വെക്കുക. ഡിഗ്രി ഒന്നും നോക്കാൻ പോയിട്ടില്ല, ഒരു ഏകദേശം കണക്കിൽ വെക്കുക. ഇതിന്റെ ഒരു 5 ഇഞ്ച്, അത് 0.5 ഇഞ്ച് മൂക്കിനകത്തോട്ട് ഇട്ടിട്ട് അതൊന്ന് കറക്കുക. എന്നിട്ട് മൂക്കൊന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെയും ഒന്ന് കറക്കുക. ഇത് ഒരു 5 സെക്കൻഡ്സ് എന്നാ പറഞ്ഞത്. അതായത് 5 സെക്കൻഡ്സ് പ്രസ് ചെയ്യാതെ പിന്നെ പ്രസ് ചെയ്തിട്ട് 5 സെക്കൻഡ്സ്. അപ്പൊ ടോട്ടൽ 10 സെക്കൻഡ്സ് ഒരു മൂക്കില്, പിന്നെ അടുത്ത മൂക്കില് അതുപോലെ തന്നെ 10 സെക്കൻഡ്സ്. അപ്പൊ രണ്ടും കൂടെ ചേർത്തിട്ട് 20 സെക്കൻഡ്സ് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മള് മൂക്കിലിടാൻ പോകണം. ഓക്കെ. അപ്പോ അത് 70 ഡിഗ്രിയിൽ ഇതുവരെ 70
മതിയാവൂലേ? ഇനി ഇച്ചിരിയും കൂടെ പോട്ടെ. മതിയോ? One, 2, 3, 4, 5. ഓക്കെ, നമുക്ക് പ്രസ് ചെയ്യാം. എന്നിട്ട് 1, 2, 3, 4, 5. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു മൂക്ക് കഴിഞ്ഞു. അടുത്ത മൂക്ക് ചെറിയ പണിയാട്ടോ, നല്ല. എന്നിട്ട് ഇതിട്ടിട്ട് വൺ 2, 3, 4, 5. 1, 2, 3, 4, 5. അപ്പോ കണ്ണിന്നൊക്കെ വെള്ളം വന്നു, കുറച്ച് അധികം അകത്തോട്ട് കയറി പോയിരുന്നു. ഓക്കെ, നമ്മള് 2 മൂക്കിലെയും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാല്, ഓക്കെ, സ്വാബ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് 2 minutes അല്ലേ? അതെ, 2 minutes ഇതിനകത്തോട്ട് ഇടാം. ഓക്കെ, ഇതിനകത്ത് മിക്സ് ചെയ്യാം. നമ്മുടെ ഇതിനകത്ത് മതിയായിരിക്കും അല്ലേ? ഇനി അത് പ്രസ് ചെയ്തിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് അതിങ്ങനെ കറക്കിക്കൊണ്ടിരുന്നാൽ മതി. ഓക്കെ, യെസ്, ഒരുവിധം നമ്മളത് ചെയ്തിട്ടുണ്ട്. പിഴിഞ്ഞ് എടുക്കണല്ലേ? ഇത് മൊത്തം പിഴിഞ്ഞെടുക്കണം. ഓക്കെ, നമ്മള് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതേ നമ്മളിതിനി ഇവിടെ വെക്കാൻ പോവാണ്. സ്വാബ് ഇവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ആ സ്വാബ് ഒരു മിനിമം 2 minutes എങ്കിലും ഇതിനകത്ത് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് എടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇത് കണ്ടോ, അതിന്റെ ഒരു അടപ്പ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ അതെടുത്തിട്ട് നമ്മൾ പ്രസ് ചെയ്ത് വെക്കുക, ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഫൈനൽ സംഭവം. ഈ ആ ഒരു ഡിവൈസ് കാണിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡിവൈസ് എടുത്തിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് ആ ഡിവൈസ്, കണ്ടില്ലേ? അപ്പോൾ ഈ ഡിവൈസില് ഈ സിയും ടിയും കാണുന്നത് അത് രണ്ടും ഇനിയിപ്പോ തെളിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവാണ്, കോവിഡ് പോസിറ്റീവാണ്. അതുപോലെ തന്നെ അതിൽ സി മാത്രമാണ് തെളിയുന്നതെങ്കിൽ നമ്മൾ നെഗറ്റീവാണ്. പിന്നെ അതിൽ ടി മാത്രമാണ് തെളിയുന്നതെങ്കിൽ അത് ഇൻവാലിഡ് ആണ്, നമ്മൾ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ യെസ്, അപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇൻവേർട്ട് ദ ട്യൂബ്. ഓക്കെ, 3 drops extract solution into the sample. ഓക്കെ, നമുക്ക് റിസൾട്ട് 15 മിനിറ്റിന് ശേഷമാണ് ഇതിന്റെ റിസൾട്ട് കിട്ടുക. അപ്പോൾ ഈ ഒരു ട്യൂബില് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഈ ട്യൂബ് ഇതിന്ന് 3 drops 3 drops ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒഴിക്കുക. ഇതൊരു എന്താ പറയുക, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് ഈ ഭാഗത്ത് 3 drops ഇതിനകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് 15 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. അപ്പൊ ഈ സംഭവം ഇവിടുന്ന് ഇങ്ങോട്ട് പാസ്സാവും, എന്നിട്ടാണ് ആ ഒരു ഇത് തെളിയുന്നത്. ഓക്കെ, 1, 2, 3. ഓക്കെ, 3 drops വെച്ചിട്ടുണ്ട്. നമുക്കത് വെയിറ്റ് ചെയ്യാം ഒരു 15 മിനിറ്റ് കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞു. ടെസ്റ്റ് റിസൾട്ട് വന്നു. ഇത് കണ്ടില്ലേ, നേരത്തെ പറഞ്ഞ പോലെ സി ആണ് വന്നത്. അപ്പൊ ഇത് കണ്ടോ, അതിനകത്ത് താഴെ കണ്ടോ നെഗറ്റീവ് ആണ്. സി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്.
അപ്പോൾ വേറെ പേടിക്കാനൊന്നുമില്ല, കോവിഡ് ഒന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ ടെസ്റ്റ്. പിന്നെ വളരെ സിമ്പിൾ, 10 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ് എടുക്കുള്ളൂ. സോറി 15 മിനിറ്റ്. അത് വെയിറ്റ് ചെയ്യണം, നമുക്ക് 15 മിനിറ്റ് എടുക്കും. അപ്പോൾ യെസ്, അത്രയേ ഉള്ളൂ പരിപാടികൾ. അപ്പൊ ഇതിപ്പോ സപ്പോസ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ എന്താണ് പ്രശ്നം? ഇതിപ്പോ പോസിറ്റീവ് ആവുകയാണെങ്കിൽ പിന്നെ നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്യണം, കൺഫേം ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ്. പിന്നെ അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ ഇനിയും ടെസ്റ്റ് കിറ്റ് വാങ്ങാത്തവരാണെങ്കിൽ ഉണ്ടെങ്കിൽ പോയിട്ട് വാങ്ങുക കേട്ടോ. നല്ല ഉപയോഗമുള്ള സാധനമാണ്. അത് ഫ്രീ ആണ് കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു സമയമൊക്കെ നോക്കിയിട്ട് പോയിട്ട് വാങ്ങി കയ്യിൽ വെക്കുക. ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. പിന്നെ അപ്പൊ ഇനി അടുത്ത വീഡിയോസ് ഒക്കെ കാണാം. അടുത്ത വീഡിയോസ് വൈകാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി വിന്ററിന്റെ അങ്ങനെ തകർപ്പൻ വീഡിയോസുകൾ ഓരോന്നോരോന്ന് നമ്മളായിട്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ കാണാം കേട്ടോ അടുത്ത വീഡിയോയിൽ. ബൈ ബൈ. ടാറ്റ. Good girl.